രാവിലെ വലിയൊരു ശബ്ദം കേട്ടാണ് എണീറ്റ്. അത് കഴിഞ്ഞ് അച്ഛൻ ഓടി നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മരം ഇല്ലെങ്കിൽ ഈ ബസ്സിൽ ആരും രക്ഷപ്പെടുകയില്ല. അത് തന്നെ വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ആ മരമാണ് അവരെല്ലാം രക്ഷിച്ചത്. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ Lord Ayyappa Swami, we all are safe. Swami Sharanamaya. നമസ്കാരം. ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെട്ട് ഡ്രൈവർ മരിച്ചു. തെലങ്കാന സ്വദേശിയായ രാജു എന്ന ഡ്രൈവറാണ് മരിച്ചത്. ഈ സംഭവം നടക്കുന്നത് എരുമേലി പമ്പ പാതയിൽ കണമല അട്ടിവളവിലാണ്. ഇന്ന് പുലർച്ചെ 4:45 അപകടമുണ്ടാകുന്നത്. നിയന്ത്രണം നഷ്ടപ്പെട്ട വാഹനം ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ട് തൊട്ടരികിലുള്ള മരത്തിലിടിച്ചു നിന്നതിനാൽ വലിയ ദുരന്തം ഒഴിവാകുകയായിരുന്നു. പരിക്കേറ്റവരെ നാട്ടുകാരും അഗ്നിശമന സേനയും മോട്ടോർ വാഹന വകുപ്പും പോലീസുമൊക്കെ ചേർന്നാണ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. എന്നാൽ പരിക്കേറ്റവരുടെ പരിക്ക് അത്ര ഗുരുതരമല്ല. ഇവരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. 8ഓളം പേരെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. എന്നാൽ ഈ ഡ്രൈവർ രാജു എന്നയാളെ അദ്ദേഹത്തിനെ പാമ്പാടി സർക്കാർ ആശുപത്രിയിലേക്ക് കയറ്റുകയായിരുന്നു. അപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കണമല അട്ടിവളവ് പ്രദേശം 1 കിലോമീറ്ററോളം ഇറങ്ങി വരുന്നൊരു പാതയാണ്. ഇവിടെ അപകടകരമായ ഒരു വളവുണ്ട്. ആ വളവിൽ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് ക്രാഷ് ബാരിയർ തകർത്തുകൊണ്ട് ഈ വാഹനം ഇടതുവശത്തേക്ക് ചരിയുന്നത്. ഭാഗ്യവശാൽ ഈ മരത്തിലിടിച്ചു നിന്നതിനാൽ വലിയൊരു ദുരന്തം ഒഴിവാകുകയായിരുന്നു. 29ഓളം യാത്രക്കാരായിരുന്നു, തെലങ്കാനയിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകരായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. നാട്ടുകാരാണ് ഈ സംഭവം ആദ്യം അറിയുന്നത്. ശബ്ദം കേട്ട് ഓടി വന്ന നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തുകയായിരുന്നു. ഈ ഇവിടെയൊക്കെ വീണ് കിടന്ന ആളുകളെ ഇവിടെയുള്ള സമീപവാസികൾ ചേർന്നാണ് പുറത്തേക്ക് എത്തിക്കുന്നത്. തുടർന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. 8 പേർക്ക് സാരമായ പരിക്കുകൾ ഏറ്റു. അതിൽ ഇപ്പോൾ ഡ്രൈവറായ, അതായത് പ്രധാന ഡ്രൈവറായ ആളാണ്. അദ്ദേഹം ആയിരുന്നില്ല വാഹനം ഓടിച്ചത്. അദ്ദേഹം വാഹനത്തിൻ്റെ ഇടതുവശത്ത് ഇരിക്കുകയായിരുന്നു. മറ്റൊരു ഡ്രൈവറാണ് വാഹനം ഓടിച്ചത്. ഇപ്പോൾ പ്രധാന ഡ്രൈവറായ രാജുവാണ് അപകടത്തിൽ രാജുവിൻ്റെ മരണമാണ് ഇപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറേ ആൾക്കാരെ എമർജൻസി ഡോർ വഴി പുറത്തേക്ക് എടുക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ഇന്ന് പുലർച്ചെ പുതുവത്സര ദിനമാണ്. ദിനത്തിൽ തന്നെ വലിയൊരു ദുരന്ത വാർത്ത കേട്ടാണ് നാട്ടുകാരൊക്കെ ഞെട്ടി ഉണരുന്നത്. എന്നാൽ വലിയ ദുരന്തം തലനാരിഴയ്ക്ക് മാറുകയായിരുന്നു. ഈ മരത്തിലിടിച്ച് നിന്നതിനാൽ വലിയൊരു അപകടം ഒഴിവായതിൻ്റെ ആശ്വാസം ഉണ്ട്. എന്നാൽ ഡ്രൈവർ ഈ അപകടത്തിൽ മരിച്ച വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഇന്ന് കാലത്ത് 5 മണിക്ക് ഏകദേശം 5 മണി സമയത്താണ് ഈ അപകടം ഇവിടെ സംഭവിച്ചത്. ഇത് എരുമേലിയിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിന്ന് ഡ്രൈവർ മാറിയെടുത്ത വണ്ടിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഡ്രൈവറല്ലാതെ ക്ലീനറായിട്ടുള്ള ഒരാളാണ് വണ്ടി ഓടിച്ചതായിട്ടാണ് അറിയാൻ കഴിഞ്ഞത്. ഈ വണ്ടി പേരൂർത്തോട് കരിങ്കൽമൊഴി ടച്ച് ചെയ്യാതെ പേരൂർത്തോട് വഴി പോലീസിനെ ബൈപ്പാസ് ചെയ്ത് അമിത വേഗത്തിലായിരുന്നു എന്നും ഇതിൽ പരുക്കേൽക്കാതെ വാഹനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വാമിമാർ പറയുന്നുണ്ട്. ഇത് ഡ്രൈവറുടെ അശ്രദ്ധയും ഓവർ സ്പീഡുമാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത്. വലിയൊരു ദുരന്തം ഒഴിവാകുമായിരുന്നു തീർച്ചയായിട്ടും. കാരണം ഒരു ആഞ്ഞിലി മരത്തിൽ തട്ടി നിന്നതുകൊണ്ട് വണ്ടി താഴേക്ക് പതിച്ചില്ല. അത് തന്നെ വലിയ ഒരു ദൈവാനുഗ്രഹമായിട്ട് കാണുന്നു. ഈ മേഖലയിൽ വാഹനാപകടങ്ങൾ നിയന്ത്രിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ കണമല അട്ടിവളവ് നിരന്തരമായിട്ടുള്ളൊരു അപകടം നടന്നുകൊണ്ടിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് ഒരു മീഡിയം പാസഞ്ചർ വെഹിക്കിളാണ്. ഹെവി വെഹിക്കിൾസ് ഈ വഴിയിലേക്ക് കടത്തി വിടുന്നില്ല പോലീസ്. കരിങ്കൽമൊഴി വെച്ചിട്ട് അത് സ്ട്രെയിറ്റ് ആയിട്ട് റാന്നി ആ റോഡ് വഴിയിട്ടാണ് പമ്പയിലേക്ക് കടത്തി വിടുന്നത്. ഇത് മീഡിയം പാസഞ്ചർ വെഹിക്കിൾ ആയതുകൊണ്ടാണ് മുകളിൽ കണമല ഭാഗത്ത് പോലീസ് മീഡിയം പാസഞ്ചർ വെഹിക്കിൾ ആയതുകൊണ്ടാണ് ഇത് കടത്തി വിട്ടത്. വലിയ ബസ്സുകൾ ഇതുവഴി കടത്തി വിട്ടത് ഇല്ല. ഇത് ഒരു സീസണിലും ഹെവി വെഹിക്കിൾസ് കടത്തി വിടുന്നില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എയർ ബ്രേക്ക് സിസ്റ്റം ആയതിനാൽ ബ്രേക്ക് ഫെയിലർ ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. കാരണം വെച്ചാൽ ഇത് ഒരു സ്ട്രെച്ചിൽ അറ്റ് എ ടൈമിൽ ഈ ഡ്രൈവർമാർ ഡീസൽ ലാഭിക്കാനും മറ്റു കാരണത്താലും വണ്ടി ന്യൂട്രലാക്കുകയും സ്പീഡ് അമിതമായി എടുക്കുകയും ചെയ്യും. അവർക്ക് ഈ അട്ടിവളവ് ഭാഗത്ത് വരുമ്പോൾ അവർക്ക് വാഹനം നിയന്ത്രിക്കാൻ പറ്റാതാണ് ഇവിടെ സാധാരണഗതിയിൽ അപകടം സംഭവിക്കുന്നത്. അത് ഹെവി വെഹിക്കിൾസാണ് ഏറ്റവും കൂടുതൽ ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഹെവി വെഹിക്കിൾസ് പോലീസ് മോട്ടോർ വാഹന വകുപ്പും കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. When we coming from Erumeli to we going to Pamba.
Suddenly this incident happened at morning 4 a.m. We all are seated at the back side. Maybe driver was little bit sleep or out of the control. Suddenly vehicle was fell down. Our Guru Swami and 6-7 members major injured. Out of the everyone are out of danger. Nothing will happen anyone. Total members we came 26 members. 26 members and one driver 27. Lord Ayyappa Swami, we all are safe. Swami Sharanamaya. രാവിലെ വലിയൊരു ശബ്ദം കേട്ടാണ് എണീറ്റ്. അത് കഴിഞ്ഞ് അച്ഛൻ ഓടി നോക്കിയപ്പോഴത്തേക്കിനും ഇവിടെ ഫ്രണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ ഫോൺ എടുത്ത് വാട്ടർ ബോട്ടിലൊക്കെ എടുത്ത് ഓടി വന്ന് പോലീസിനെ അപ്പം തന്നെ വിളിച്ചറിയിക്കുകയും ചെയ്തു. പിന്നെ അപകടം നടന്നപ്പോൾ തന്നെ അങ്ങോട്ട് ഓടിപ്പോയി അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് രക്ഷാപ്രവർത്തനത്തിനായിട്ട് ആംബുലൻസും പിന്നെ ഫയർഫോഴ്സൊക്കെ വരികയും ചെയ്തു അപ്പം തന്നെ. പിന്നെ ഇവിടുത്തെ നാട്ടുകാരെ ബാക്കി എല്ലാവരും കൂടി വന്ന് അങ്ങനെ എല്ലാവരും കൂടി രക്ഷപ്പെടുത്തുമായിരുന്നു. പേരെന്താണ്? രുചിത. രുചിത തന്നെയാണ് വിളിച്ചു പറഞ്ഞത് പോലീസിലൊക്കെ? അതെ, ഞാൻ വിളിച്ചു പറഞ്ഞായിരുന്നു. അപ്പം തന്നെ വിളിച്ചു പറയുകയും ചെയ്തു. അവിടെ ചെല്ലുമ്പോൾ ഇവരൊക്കെ വാഹനത്തിൽ നിന്ന് ഉള്ളിലേക്ക് വെളിയിൽ വീണിരുന്നോ? ചിലരൊക്കെ അപ്പോഴും കുടുങ്ങി കിടക്കുമായിരുന്നു. ബാക്കിയുള്ളവർ ഓരോരുത്തരായിട്ട് പുറത്തിറങ്ങി വരുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഗുരുസ്വാമിക്ക് അവിടെ നല്ല പരിക്കുണ്ടായിരുന്നു, നല്ല ബ്ലഡ് ഒക്കെ പോകുന്നുണ്ടായിരുന്നു, നല്ല ഇഞ്ചുറി ഉണ്ടായിരുന്നു ആൾക്ക്. പിന്നെ ചെറിയ കുട്ടികൾക്ക് ഉണ്ടായിരുന്നു. അവർക്ക് ചില ആൾക്കാർക്കൊക്കെ ഒരു മൈനറായിട്ടുള്ള ഇഞ്ചുറീസ് ഉണ്ടായിരുന്നു. നിരന്തരമായിട്ടും അപകടം നടക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഇവിടെ അത്ഭുതകരമായിട്ട് ഇവർക്ക് വലിയ പരിക്കില്ലാതെ വലിയ ദുരന്തം ഒഴിവായെന്ന് പറയാം. അതവിടെ ഒരു മരം നിൽക്കുന്നതുകൊണ്ട് അവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ എൻ്റെ താഴേക്ക് വീഴേണ്ടതായിരുന്നു. പക്ഷെ ഭാഗ്യത്തിന് എന്തായാലും ഇവിടെ തന്നെ പിടിച്ചു നിന്നു. പലപ്പോഴും അപകടം നടക്കുന്ന സ്ഥലം ഇതാണ്. കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ ഒരു ബസ് മറിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഇതെപ്പോഴും ഇവിടെ നടക്കുന്നതാണ്. ഇവിടെ മിക്കവാറും പലപ്പോഴും ഇവിടെ ആക്സിഡൻറ്റ് നടക്കുന്ന ഏരിയയാണ്. ഉയർന്ന ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ. ന്യൂ ഇയറിന് രാവിലെ ഇങ്ങനെയൊക്കെ ഓരോരോ ആൾക്കാരെ രക്ഷിക്കാൻ പറ്റി, അതൊരു സന്തോഷം ആ സൈഡിൽ നോക്കും. പക്ഷെ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ അതൊരു വിഷമം. സീസണിൽ ഇവിടെ അപകടം പതിവാണ്. കുറച്ച് കാലമായിട്ട് കുറവുണ്ട്. കഴിഞ്ഞ ഈ ഒരു വർഷമായിട്ട് കുറവുണ്ടായിരുന്നു. 41 വലിയ കാര്യമായിട്ടില്ലായിരുന്നു. ആദ്യമേ ഒരു ബസ് വന്ന് റോഡിൽ ഒന്ന് മറിഞ്ഞതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ, അതും പരിക്കുകളൊന്നും ഇല്ലാതെ പോയി എല്ലാവരും. എന്തായാലും ഒരു ആശ്വാസ വാർത്തയാണ് ഇതിപ്പോൾ. അതെ 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 ഇപ്പോൾ ഈ അപകടത്തിൻ്റെ ആണെങ്കിലും നമ്മളിതിൻ്റെ പിന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരു മരം ഇല്ലെങ്കിൽ ഈ ബസ്സിൽ ആരും രക്ഷപ്പെടുകയില്ല. ആ മരമാണ് അവരെല്ലാം രക്ഷിച്ചത്. ഞാൻ രാവിലെ ഈ പിന്നെ കൊച്ചു പിള്ളേരുടെ കാർച്ചയായിട്ടാണ് ഞാൻ എഴുന്നേക്കുന്നത്. എഴുന്നേറ്റ് ഞങ്ങൾ ജനലിൻ്റെ കർട്ടനൊക്കെ മാറ്റി നോക്കിയപ്പോഴത്തേന് ഈ ഭാഗത്തല്ല, ഇവിടെ സാധാരണ ഉണ്ടാകുന്നത് ഈ ഭാഗത്തല്ല, വളവിനല്ല. അപ്പം പിന്നെ മോൾ എഴുന്നേറ്റ് പറഞ്ഞു, അപ്പോൾ അവിടെ അല്ല ഇവിടാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഓടി നോക്കുമ്പോൾ അളിയനും കൊച്ചു ഇതിൽ റോഡേ കൂടുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി മേളിലാന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ പള്ളിയുണ്ട്, പള്ളിയുടെ മുറ്റത്തൊരു ചാടി ഞങ്ങൾ വരുമ്പോഴത്തേന് ബസ് ചാടി കിടന്നിട്ട് ഭയങ്കര കാർച്ചയും മേളമാണ്. പിന്നെ എല്ലാവരും കുറച്ച് പേരെല്ലാം ഇങ്ങനെ ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ താഴെ ഈ പിന്നെ ഇത് ബാർ വെച്ചേക്കുന്നതിൻ്റെ ഇറങ്ങി നോക്കിയപ്പോൾ താഴെ ഒരു ചെറിയ ഞരക്കം കേൾക്കാം. അപ്പോൾ ഞങ്ങൾ നല്ല ഇരുട്ടാണ്. ഞങ്ങൾ ഇറങ്ങി ചെന്ന് നോക്കിയപ്പം വണ്ടിയിൽ നിന്ന് ഇടിച്ച് അകത്ത് തെറിച്ച് പോയ ഒരാളുണ്ട്. ചില്ല് പൊട്ടിയിട്ട് അതിൽ വഴിയാണ് പോയേക്കുന്നത്. അപ്പോൾ ആ ആൾ താഴെ റബ്ബറെ ചാരി ഇങ്ങനെ ഇപ്പോൾ പുള്ളി ഇങ്ങനെ നിന്ന് മുട്ടി ശ്വാസം എടുക്കുന്നത്. പിന്നെ പെട്ടെന്ന് ഞാൻ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ CPR കൊടുത്തു നോക്കി. CPR കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ഇച്ചിരി ഒന്ന് നോർമലായിരുന്നു. അപ്പോൾ പിന്നെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് അവിടെ ആ പ്ലാറ്റ്ഫോറത്തിൽ തന്നെ കിടത്തി. അത് കഴിഞ്ഞ് പിന്നെ അവിടെ മലയാളം അറിയാവുന്ന ആരും ഇല്ലല്ലോ. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മലയാളികൾ ആരെങ്കിലും അവിടെ നിന്ന് ഇപ്പോൾ ഇറങ്ങി വരാൻ പറഞ്ഞു. അങ്ങനെ ഇവർ മോനായും പിന്നെ വേറെ ഈ താഴെ കടയുള്ളൊരു പയ്യനും പിന്നെ എൻ്റെ തൊട്ടടുത്ത അയൽവാസി മാർട്ടിൻ, അവനെല്ലാ കാര്യത്തിനും നമ്മളെ പോലെ തന്നെ നിൽക്കുന്നത്. ഞങ്ങൾ 4 പേരും കൂടെ പിന്നെ അവിടെ നിന്ന് എടുത്ത് ഇങ്ങനെ റോഡിൽ കയറി. വളരെ ബുദ്ധിമുട്ടിയായി റോഡിൽ കയറി കുത്തനെ കിടക്കുമല്ലേ. അതാ ഈ ആൾക്കൊരു 10-90 കിലോ തൂക്കമുള്ള ആളാണ്. പിന്നെ അങ്ങനെ കയറി വന്നപ്പോഴാണ് പുള്ളിക്ക് നല്ല തലയ്ക്കൂടെ ബ്ലഡ് വരുന്നുണ്ട്. അപ്പോൾ കയറി വരുമ്പോൾ റോഡിൽ ഗുരുസ്വാമി കാലിൻ്റെ മുട്ട് രണ്ടും പൊട്ടി കിടക്കുന്നു. അപ്പോൾ അവരെ ഈ 2 പേരെയും ഞങ്ങൾ ആംബുലൻസ് വന്ന് ആംബുലൻസിൽ കയറ്റി വിട്ടു. അപ്പോൾ തല പൊട്ടി വേറൊരു പയ്യനുണ്ടായിരുന്നു. ആ പയ്യനെ കൂടെ ഈ ആംബുലൻസിൽ കയറ്റി വിട്ടു. അങ്ങനെ ആംബുലൻസിൽ കയറ്റി വിട്ട് എല്ലാവരെയും പരിക്ക് പറ്റിയവരെല്ലാം പറഞ്ഞു വിട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നത്. അന്നേരത്തിന് ഞാൻ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനാണ് പോലീസുകാർ വരുന്നത്. പോലീസുകാരും ബാക്കിയുള്ളവരെല്ലാം വരുന്നത്. ഇവിടെ ഈ നിരന്തരമായിട്ട് അപകടം ഉണ്ടാകുന്നതാണെന്ന് ഈ കേരളത്തിലുള്ളവർക്ക് മുഴുവൻ അറിയാവുന്നതാണ്. അശ്രദ്ധ കൊണ്ട് മാത്രമാണ് ഈ അപകടം നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം വെച്ചാൽ ഇവിടുന്ന് ഒരു ശകലം സ്ഥലമെടുത്ത് റോഡ് വീതി വിട്ട് കൊടുക്കുകയാണെങ്കിൽ ഈ നിരന്തരമായിട്ടുള്ള അപകടം ഒഴിവാകുന്നുള്ള യാതൊരു സംശയമില്ല. അത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. അത് തീർച്ചയായിട്ടും അത് ചെയ്യേണ്ടതാണ്. ഇവിടെ പാവങ്ങൾ ഒരുപാട് പേര് മരിച്ചു പോകുന്നു. ഇപ്പോൾ തന്നെ ഈ പറമ്പിൽ നിന്ന് ശവമെടുക്കാൻ ഞാനും കൂടിയിട്ടുള്ളതാണ്. എത്രയോ 3-4 ബസ്സുകൾ ഇവിടെ പിന്നെ മറിയുകയും ചെയ്തു. അതിൻ്റെ പിന്നെ അപകടങ്ങൾ വളരെ ഭീകരമാണെന്ന് ഇവിടെ ഉദ്യോഗസ്ഥന്മാർക്കും അറിയാം, മന്ത്രിസഭയിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം. എല്ലാവരും വന്ന് കണ്ടുപോകുന്നു, ഒന്നും അല്ലാതെ ഒന്നും ചെയ്യുന്നില്ല.
മുൻകാലങ്ങളിൽ നിരവധി അപകടങ്ങളിലായി 36ഓളം പേരുടെ ജീവനാണ് നഷ്ടമായിരിക്കുന്നത്. കണമല അട്ടിവളവ് ഒരു ദുർഘട പാതയാണ്. കുത്തിറക്കവും വലിയ വളവുമാണ് ഇവിടെ പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമായിരിക്കുന്നത്. പരിചിതമല്ലാത്ത സ്ഥലപരിചയമില്ലാത്ത വാഹനങ്ങൾ ഇതുവഴി വരുമ്പോൾ നിയന്ത്രണം നഷ്ടപ്പെടുകയും താഴെ ഭാഗത്തുള്ള കുഴിയിലേക്ക് മറിഞ്ഞ് അപകടം സംഭവിക്കുകയുമാണ്. ഒരു അപകടത്തിൽ തന്നെ 18ഓളം പേർ മരിച്ച സംഭവങ്ങൾ, അത്തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലമായി പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിൻ്റെയും ഒക്കെ നിയന്ത്രണത്തെ തുടർന്ന് ഈ അപകടങ്ങൾ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നു. കരിങ്കല്ലിമൊഴി വഴി വലിയ വാഹനങ്ങൾ, വലിയ ബസ്സുകൾ കടത്തിവിടാറില്ല. അത് മറ്റ് പാതയിൽ കൂടെ അവർ വഴിതിരിച്ചു വിടുകയാണ് ചെയ്യുന്നത്. നിർഭാഗ്യവശാൽ ഈ ബസ് പേരൂർ തോട്ടിൽ നിന്നും കടന്നു വരികയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അമിത വേഗതയിലായിരുന്നു എന്ന് മോട്ടോർ വാഹന വകുപ്പിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വലിയൊരു ദുരന്തം ഈ പുതുവത്സര ദിനത്തിൽ ഒഴിവായി എന്ന് കരുതാം. പക്ഷേ നിർഭാഗ്യവശാൽ ഒപ്പമുണ്ടായിരുന്ന ഡ്രൈവർ രാജു എന്നയാൾ മരിച്ചിരിക്കുകയാണ്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.